ഹായ്. കുറച്ചധികം അച്ഛന്മാരും അമ്മമാരും എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വലിയ പേടിയോടുകൂടി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ബഷീർ, എൻ്റെ കുട്ടി ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, അവൻ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, അവൻ ഇനി ഓട്ടിസം ആണോ? അതുപോലെ യൂട്യൂബിലും ഗൂഗിളിലുമൊക്കെ സയൻസ് ഓഫ് ഓട്ടിസം എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്ന ലക്ഷണവും ഈ ലാക്ക് ഓഫ് ഐ കോണ്ടാക്റ്റ് അഥവാ കണ്ണിൽ നോക്കാതിരിക്കുക എന്ന് തന്നെയാണ്. ഇത് കാണുമ്പോൾ മാതാപിതാക്കളുടെ പകുതി ജീവൻ പോകും. ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. കണ്ണിൽ നോക്കാത്തത് ഓട്ടിസത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ എന്നത് സത്യമാണ്. എന്നാൽ കണ്ണിൽ നോക്കാത്ത എല്ലാ കുട്ടികൾക്കും ഓട്ടിസമാണോ? ഒരിക്കലുമല്ല. സാധാരണ കുട്ടികൾ കണ്ണിൽ നോക്കാത്തതും ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികൾ കണ്ണിൽ നോക്കാത്തതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി നോക്കാം. ആദ്യം നമുക്ക് സാധാരണ വളർച്ചയുള്ള ഒരു കുട്ടി എപ്പോഴൊക്കെയാണ് കണ്ണിൽ നോക്കാത്തത് എന്ന് നോക്കാം. ഒന്നാമതായി, കുട്ടിക്ക് വല്ലാത്ത നാണം ഉള്ളപ്പോൾ, പുതിയ ആളുകളെ കാണുമ്പോഴോ പുതിയ സ്ഥലത്ത് പോകുമ്പോഴോ അവർ ചിലപ്പോൾ താഴേക്ക് നോക്കി നിൽക്കും. രണ്ടാമത്തേത്, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്തെങ്കിലും കളിയിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ അവർ നോക്കണമെന്ന് വരില്ല. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, കുട്ടി മൊബൈൽ ഫോണോ ടി വിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര തവണ പേര് വിളിച്ചാലും അവർ തിരിഞ്ഞു നോക്കണമെന്നില്ല. ഇതൊക്കെ വളരെ നോർമലാണ്. ഇതിനർത്ഥം കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്നല്ല. കാരണം ഈ ഫോൺ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കളി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയും നിങ്ങൾ ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുകയും ചെയ്യും. എന്നാൽ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികളുടെ രീതി ഇതല്ല. അവർ കണ്ണിൽ നോക്കാത്തതിനോടൊപ്പം മറ്റു ചില ലക്ഷണങ്ങൾ കൂടി, അതായത് റെഡ് ഫ്ലാഗ്സ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, പേര് വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക. കുട്ടി ഫോൺ കാണുമ്പോഴോ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലാതെ വളരെ ഫ്രീ ആയിരിക്കുന്ന സമയത്തും നിങ്ങൾ പുറകിൽ നിന്നോ മാറി നിന്നോ പേര് വിളിച്ചാൽ അവർ തിരിഞ്ഞു നോക്കണമെന്നില്ല. കേൾവി ശക്തിക്ക് കുഴപ്പമില്ലെങ്കിൽ കൂടിയും അവർ പ്രതികരിക്കണമെന്നില്ല. രണ്ടാമതായി, ജോയിൻ്റ് അറ്റൻഷൻ ഇല്ലാത്തത്. നിങ്ങൾ ആകാശത്തിലൂടെ പോകുന്ന ഒരു വിമാനമോ കാക്കയോ ചൂണ്ടിക്കാണിച്ചാൽ സാധാരണ കുട്ടികൾ നമ്മൾ ചൂണ്ടുന്നിടത്തേക്ക് നോക്കും, എന്നിട്ട് വീണ്ടും നമ്മുടെ മുഖത്തേക്ക് നോക്കും. എന്നാൽ ഓട്ടിസമുള്ള കുട്ടികൾ നമ്മൾ ചൂണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആവശ്യങ്ങൾ സാധിക്കാൻ കൈ പിടിച്ചു കൊണ്ടുപോവുക. അവർക്ക് വെള്ളം വേണമെങ്കിലോ കളിപ്പാട്ടം വേണമെങ്കിലോ നമ്മുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നതിന് പകരമായി നമ്മുടെ കൈ പിടിച്ച് ആ സാധനത്തിൻ്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോവുക. യൂസിങ് ഹാൻഡ് ആസ് എ ടൂൾ. ഇത്തരം ലക്ഷണങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ കുട്ടിക്ക് ഐ കോണ്ടാക്റ്റ് കുറവാണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 3 പ്രാക്ടിക്കൽ ഐഡിയാസ് കൂടി നമുക്ക് നോക്കാം. ടിപ്പ് നമ്പർ 1, കുട്ടിയുടെ ലെവലിലേക്ക് താഴുക. നമ്മൾ എപ്പോഴും നിന്നുകൊണ്ടാണ് കുട്ടികളോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് നമ്മുടെ മുഖം കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുട്ടിയോട് സംസാരിക്കുമ്പോഴോ കളിക്കുമ്പോഴോ മുട്ടുകുത്തിയിരുന്നോ അല്ലെങ്കിൽ തറയിൽ ഇരുന്നോ കുട്ടിയുടെ കണ്ണിൻ്റെ നേരെ ഐ ലെവലിൽ വന്ന് സംസാരിക്കുക. രണ്ടാമതായി, ഇഷ്ടമുള്ള സാധനങ്ങൾ മുഖത്തോട്ട് ചേർത്ത് പിടിക്കുക. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടമോ ബിസ്ക്കറ്റോ കൊടുക്കുന്നതിന് മുമ്പ് അത് നമ്മളുടെ മുഖത്തിന് നേരെ പിടിക്കുക, അതായത് കണ്ണുകൾക്ക് നേരെ. അപ്പോൾ കുട്ടി ആ സാധനത്തിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ കണ്ണുകളിലേക്കും നോക്കും. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് അത് അവർക്ക് നൽകുകയും കൂടി ചെയ്യും. മൂന്നാമതായി, സ്ക്രീൻ ടൈം പറ്റ കുറക്കുക. 2 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് സ്ക്രീൻ ടൈം പൂർണ്ണമായും ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു പരിധിവരെ കുറക്കുക. ഫോണിലെ വൺ വേ കമ്മ്യൂണിക്കേഷൻ കാരണം അവർ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നത് താരതമ്യേന കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഗൂഗിളിലോ യൂട്യൂബിലോ കാണുന്ന ഒരു ലക്ഷണം വെച്ച് നമ്മുടെ കുട്ടിക്ക് ഓട്ടിസം ആണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കരുത്. കുട്ടികൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നിങ്ങളുടെ കുട്ടിക്ക് 18 മാസമോ 2 വയസ്സോ കഴിഞ്ഞിട്ടും ഐ കോണ്ടാക്റ്റ് ഒട്ടുമില്ല, അല്ലെങ്കിൽ പേര് വിളിച്ചിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ, അതായത് RCI അപ്രൂവ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. എത്രയും നേരത്തെ കണ്ടെത്തിയാൽ അത്രയും കൂടുതൽ കുട്ടികളിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഐ കോണ്ടാക്റ്റ് വെച്ച് സംസാരിക്കാറുള്ളത് ഏത് സമയത്താണ്? കളിക്കുമ്പോഴാണോ അതോ ഭക്ഷണം കഴിക്കുമ്പോഴാണോ? താഴെ കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ പേടിയോടെ ഇരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസമാകും. അതുകൊണ്ട് തീർച്ചയായും ഇത് ഷെയർ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.